ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. മന്ത്ലി റീഡിംഗ് ആണ് ഇത്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇതിൽ നമ്മൾ നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ് എല്ലാം നോക്കാൻ പോകുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും യൂട്യൂബിന്. ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കെല്ലാം യൂട്യൂബ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചു തരും. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ മന്ത്ലി ഓഗസ്റ്റ് റീഡിംഗ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ ഈ മാസത്തിലാണ് കിങ് ഓഫ് വാൻസ്. നിങ്ങളുടെ ഓവറോൾ എനർജി ഓഗസ്റ്റ് മാസത്തിൻ്റെ കിങ് ഓഫ് സോഡ്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. കിങ് ഓഫ് സോഡ്സ് ഇവിടെ അക്വേറിയസ് എനർജിയാണ്. അക്വേറിയസ് എനർജി ഇത് മേ ബി നിങ്ങളൊരു അക്വേറിയസ് പേഴ്സന്റെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ടാവും. അതല്ലച്ച ഇതൊരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. ഇതൊരു ഫോക്കസിന്റെ എനർജിയാണ്. നിങ്ങൾ ഈ മാസം കുറെ ക്ലിയർ ആണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ തോട്ട്സ് ഒക്കെ കുറച്ചൊരു ഡിറ്റാച്ച്ഡ് എനർജി കൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലി അത്ര ഇൻവോൾവ് ആവുന്നില്ല. എല്ലാം കാര്യങ്ങൾ പ്രാക്ടിക്കലി ആണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ കിങ് ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? ത്രീ ഓഫ് സോഡ്സ്. അപ്പോൾ എവിടെയോ ഒരു ഹാർട്ട് ബ്രേക്കും ഞാൻ കാണുന്നുണ്ട്. ഒരു ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതിന്ന് നിങ്ങൾ ഹീലാണ് ചെയ്യണത്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു കുറെ പ്രാക്ടിക്കൽ എനർജിയിലാണ്. ഇമോഷണലി അത്ര നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല ആരുടെ കൂടിയും. കുറെ ഒരു ഡിറ്റാച്ച്ഡ് മാതിരി. ഓക്കെ, ആരോ നിങ്ങളെ വിട്ടു ഇല്ലാച്ച നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന് വിട്ടുപോയി. റിലേഷൻഷിപ്പ് അല്ലാച്ച ഇതൊരു ജോലിയുടെ കാര്യമായിരിക്കാം. നിങ്ങൾ അവിടെ കുറെ ഡിസപ്പോയിൻമെന്റ് ഉണ്ടായതുകൊണ്ട് ഇമോഷണലി നിങ്ങൾ കുറെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ആരോ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. 10 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി. പാസ്റ്റിൽ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ചിലവർക്ക് ഇത് മാരേജ് ആയിരുന്നു, ഓർ എൽസ് ഫാമിലി സിറ്റുവേഷൻ ആണ്. അപ്പം ഇതെന്തായിരുന്നു പാസ്റ്റിലെ പ്രോബ്ലം? സ്റ്റാർ, ഹീലിംഗ് എനർജി. സ്റ്റാർ ആക്ച്വലി അഗൈൻ എക്വേരിയസ് എനർജിയാണ്. ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയും കൂടിയാണ് ആൻഡ് ഒരു ഹാപ്പി എനർജിയാണ്. ഇതില് 3 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു പ്രോബ്ലം? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇവിടെ ടോറസ് എനർജി ഉണ്ട്. അപ്പൊ ഇവിടെ പ്രോബ്ലം ആസ് സച്ച് ഞാൻ കാണുന്നില്ല പാസ്റ്റിലെല്ലാം കാര്യങ്ങൾ ശരിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ കറണ്ട് എനർജിയിൽ നിങ്ങൾ 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ എന്തോ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളൊരു സിംഗിൾ എനർജിയിലാണ്. ഈ സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതില് ഈ സമയത്ത് ഈ സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജി എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. ഈ നൈറ്റ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 2 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഞാനൊരു ലവ് ഓഫർ ആണ് കാണുന്നത്. ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ലവ് ഓഫർ. പക്ഷേ നിങ്ങൾ ഷുവർ അല്ല ഈ ലവ് ഓഫർ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്ന് നിങ്ങളിങ്ങനെ ജഗൽ ഇതുകൊണ്ടാണ് നിൽക്കണത്. എന്ന് വെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ടവർ ഒരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഓറൽസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാം. ഓക്കെ, ഇത് ഒരു സഡൻ എൻഡിങ് അല്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട് വെച്ചാൽ ഇത് നിങ്ങളുടെ റീഡിങ് ആവല്ലോ. ഇല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം ശരിയായി പോകുന്നുണ്ട് വെച്ചാൽ മേ ബി ഇത് നിങ്ങളുടെ റീഡിങ് അല്ല. ഓക്കെ, ഇത് എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഓൾറെഡി ഉണ്ട് വെച്ചാൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു എൻഡിങ് കാണുന്നുണ്ട്. ഒരു സഡൻ ഷോക്കിംഗ് എൻഡിങ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അറിയുണ്ടായിരുന്നു അത് ഇത് ഉണ്ടാവും എന്ന്. ഓക്കെ, അത് പക്ഷെ ഓഗസ്റ്റിലാണ് ഞാൻ കാണുന്നത്.
ആൻഡ് അതല്ലാണ്ട് ഒരു പുതിയ ബിഗിനിങ്ങും വരുന്നുണ്ട്, ഒരു പുതിയ ലവ് ഓഫർ. പക്ഷെ നിങ്ങൾ ഷുവർ അല്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓൾറെഡി ഒരു എൻഡിങ് ആയിട്ടേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങളൊരു റിലേഷൻഷിപ്പിന് പുറത്ത് വരണേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾ മേ ബി മെന്റലി ഇമോഷണലി റെഡിയായി ഫീൽ ആവില്ല. ഫ്യൂച്ചറിലും ഞാൻ ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്, ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്. അപ്പോൾ ഏസ് ഓഫ് വോൺസ്, ഈ ഏസ് ഓഫ് വോൺസ് എന്താണ് ഫ്യൂച്ചറിൽ? ഹൈ പ്രീസ്റ്റസ്. ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആവാം, ഇതൊരു സീക്രട്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇതൊരു സ്റ്റേബിൾ എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, പക്ഷെ അതൊരു സീക്രട്ട് ആയിട്ടാണ് നിങ്ങൾ വെക്കണത്. അങ്ങനെ ആരോടും പറയാണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് എംപ്രസ്. എംപ്രസ് ഒരു ഫെമിനിൻ എനർജിയാണ്, പക്ഷെ ഇതൊരു മദറുടെ എനർജിയാണ്, വൈഫിന്റെ എനർജിയാണ്. മേ ബി ഇത് നിങ്ങളുടെ വൈഫിന്റെ എനർജി ആയിരിക്കാം, ഓരൽസ് മേ ബി നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാം. ആൻഡ് ഇവിടെ ഞാൻ ഒരു എൻഡിങ് കാണുന്നുണ്ട്, ഒരു ബിട്രേയൽ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം ആൻഡ് ആ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഓറൽസ് നിങ്ങൾ മേ ബി ഈ പേഴ്സണിന്റെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലായിരുന്നു, ഈ പേഴ്സണിന്റെ കൂടെ നിങ്ങൾ ഒരു ഫ്യൂച്ചർ ആയിരുന്നു പ്ലാൻ ചെയ്യേണ്ടത്. ആൻഡ് ആ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ്, ഒരു ബിട്രിയൽ, അതാണ് നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങളുടെ അഡ്വൈസ് ആണ് 5 ഓഫ് പെന്റിക്കിൾസ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനാണ് പറയണത്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കുറച്ച് ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ആൻഡ് അതുകൊണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഫിനാൻഷ്യൽ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസിന്റെ കാര്യം, അതിലും കുറച്ച് ഫോക്കസ് ചെയ്യണം. 2 5s ആണ് ഇവിടെ. അപ്പോൾ ഇതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പാസ്റ്റിനെ ഓർത്തിട്ട് നിങ്ങൾ കുറെ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ പാസ്റ്റിന്റെ കാര്യത്തിൽ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ വിഷമമുണ്ട്, എന്തോ മിസ് ഔട്ടായി, എന്തോ ശരിയായിട്ടില്ല, വർക്ക്ഔട്ട് ഇതില്ല, കുറെ റിഗ്രറ്റ്സ് ഉണ്ട്, കുറെ ഒരു ലോ ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ആൻഡ് അഡ്വൈസ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ പാസ്റ്റിനെ ഇപ്പോൾ ഓർത്തിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മുമ്പോട്ടാണ് പോകേണ്ടത്. മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ സക്സസ് ഉണ്ട് ഫ്യൂച്ചറിൽ, വേറെ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ വരും. ഇത് മാത്രമല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ, ഞാൻ ഫ്യൂച്ചറിലും ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ആ പാസ്റ്റിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോഴേ നിങ്ങൾ ഒരു ബോൾഡായിട്ട്, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കിങ് ഓഫ് വോൺസ് ആണ് ഹിഡൻ ഫാക്ടറിൽ. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു കുറെ പാഷനറ്റ് ആയി ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും. കിങ് ഓഫ് വോൺസ് ഇവിടെ ആരാണ്? ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക, പക്ഷെ ഈ പേഴ്സണിന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ട് ഇവിടെ. ആൻഡ് ആ പേഴ്സണെ ചിലപ്പോൾ നിങ്ങൾ ഈ മാസമായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. വെരി സൂൺ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ഓരൽസ് നിങ്ങൾ ഈ പേഴ്സണെ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യും. പക്ഷെ ഇത് കുറെ വേഗം മുമ്പോട്ട് പോകും ഈ റിലേഷൻഷിപ്പ്, ഈ കണക്ഷൻ. ഓക്കെ, ഈ പേഴ്സൺ മേ ബി ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക, ഓരൽസ് മേ ബി ഈ പേഴ്സൺ വേറെ ഒരു സ്ഥലത്തായിരിക്കും ലിവ് ചെയ്യുന്നുണ്ടാവുക, അവർ വേറൊരു സ്ഥലത്തായിരിക്കും താമസിക്കുന്നുണ്ടാവുക, അവർ ട്രാവൽ ചെയ്ത് അവർക്ക് നിങ്ങളുടെ അടുത്ത് വരേണ്ട ആവശ്യം ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു എനർജി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താണ് ഓഗസ്റ്റ് മാസത്തിന്റെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങളുടെ ഔട്ട്കം കിങ് ഓഫ് കപ്സ് ആണ്. ഇത് വേറെ ഒരു കിങ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കിങ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ, പാസ്റ്റിൽ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, അതൊരു ടോറസ് എനർജിയാണ്. ആൻഡ് ഔട്ട്കമിൽ ഒരു കിങ് ഓഫ് കപ്സ് ഉണ്ട്, അത് സ്കോർപിയോ എനർജിയാണ്. അപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി കുറെ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ലവില്. ഈ പേഴ്സൺ മാത്രമായിട്ടല്ല, ഒരു കിങ് ഓഫ് വോൺസ് ഉണ്ട്. കിങ് ഓഫ് വോൺസ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കിങ് ഓഫ് കപ്സിന്റെ കൂടിയും 4 ഓഫ് വോൺസ് ഉണ്ട്. അപ്പൊ ഇതും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു ലോങ് ടേം മാരേജ് മാതിരി ഒരു കണക്ഷൻ ആണ് ഇവിടെ.
ഫോർ ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷെ നിങ്ങൾ കുറെ റിസർവ്ഡ് ആയിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ മേ ബി ഇത്രയും ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ ഷുവർ ആവുണ്ടാവില്ല എന്താണ് ആരുടെയാണ് കൂടെ എൻ്റെ ഫ്യൂച്ചർ ഉള്ളത്. കിങ് ഓഫ് വോൺസ് ആണോ, കിങ് ഓഫ് നൈറ്റ് ഓഫ് വോൺസ് ആണോ, കിങ് ഓഫ് കപ്സ് ആണോ, കിങ് ഓഫ് വോൺസ് ആണോ? അപ്പോൾ ഓപ്ഷൻസ് കുറെ ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഇത് സമയത്തിന്റെ കളിയാണ്. എല്ലാം മേ ബി എല്ലാവരും ഒരുമിച്ചല്ല വരെ നിങ്ങളുടെ ലൈഫിൽ, എല്ലാം ഒരു ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ഇതൊരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ്. ആക്ച്വലി വീൽ ഓഫ് ഫോർച്യൂൺ ഇത് സമയത്തിന്റെ ചേഞ്ച് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. നല്ല സമയം വരാൻ പോണ്ടെന്ന് ആണ് ഇൻഡിക്കേഷൻ, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് മാറ്റേഴ്സിൽ. ഓക്കെ, അപ്പോൾ കാപ്രിക്കോൺ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിങ്, പേഴ്സണൽ റീഡിങ്, പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. ഈ മാസം ഞാൻ 1st to 15th വരെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 15th വരെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ മുമ്പേ ബുക്ക് ചെയ്യുക. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.